നാളെ ഞാനൊരു സിനിമ കാണാൻ പോകുന്നുണ്ട്, പേട്രിയറ്റ്. നാളെ മെയ് ദിനമാണ്, അവധിയാണ്. അപ്പം 9:45 ഷോയ്ക്ക് ഞാൻ പള്ളിക്കത്തോട് അഞ്ചാനിലാണ് പോകുന്നത്, നമ്മുടെ കോട്ടയം ജില്ലയിലെ. എന്തായാലും ഞാൻ ആ സിനിമ കാണാൻ പോകും. അതിന് മുന്നേ ഈ വീഡിയോ ഒന്ന് കാണാം. സിനിമ കണ്ടോ? എവിടെ കാണിക്കണ്ടേ അവിടെ നമ്മള്? പ്രകാശ് വർമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ അറിവിൽ. നമുക്ക് എവിടെ കാണുന്നേ? ഞാൻ ഇന്ന് നാളെ രാവിലെ പ്രൊഡ്യൂസർ ദുബായിക്ക് യു ആർ ഓൾസോ കമ്മിങ് നോ ദുബായ്? ഇല്ല. എന്താ വാട്ട് ഈസ് ദിസ് മാൻ? ഞാൻ ബാംഗ്ലൂരിലെ മലയാളികളുടെ കൂടെ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. നോക്കിയാ എന്ത് രസമായിട്ടാ ലാലേട്ടൻ, മമ്മൂക്ക, പിന്നെ കുഞ്ചാക്കോവൻ 3 പേരും കൂടെ തകർക്കുന്ന ഭയങ്കര രസകരമായിട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. മാത്രമല്ല സിനിമയുടെ ട്രെയിലർ ഭയങ്കര എന്താ വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ട്രെയിലറാണ്. വളരെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള സാധനമാണ്. അതിനകത്ത് തമാശ പ്രതീക്ഷ ആരും പോകണ്ട, വളരെ ത്രില്ലിംഗ് മൊമെന്റ്സ് ആണ്. കാരണം ഇപ്പോഴേ പറഞ്ഞേക്കാം, ചിലര് സിനിമ കാണാൻ പോകുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വളിപ്പോ കാര്യമൊക്കെ പ്രതീക്ഷ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതല്ല, സാധനം ത്രില്ലറാണ്. ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എന്തായാലും ഈ സിനിമയിലെ ആ ഒരു പേട്രിയറ്റ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, എനിക്ക് തോന്നുന്ന ടൈറ്റിൽ ക്യാരക്ടറായിട്ട് മമ്മൂട്ടിയാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാക്കി കുഞ്ചാക്കോവൻ, ഫഹദ് ഫാസിൽ. പക്ഷേ മമ്മൂക്കയ്ക്ക് രക്ഷകനായിട്ട് ലാലേട്ടൻ വരുന്ന ഒരു സാഹചര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരുടെ ഒരു കൂടിക്കാഴ്ച, അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ഭയങ്കര ഓളവും വർത്താനമൊക്കെ. ഫാൻസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും, പക്ഷേ ഇവർ ഭയങ്കര കമ്പനിയാണ്. വേറൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ സിനിമ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഒന്നിച്ചിട്ടുള്ള സിനിമകൾ വരുന്നത്. പണ്ട് നമുക്കറിയാം, ഒരു സമയത്ത് ഒരു കാലഘട്ടത്തിൽ 54 സിനിമകളിൽ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളതാണ്. പിന്നീട് ഒരു ഗ്യാപ്പ് വന്നു. പിന്നീട് പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, 2020 അല്ല അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ഒന്നിച്ചു വന്നു. അപ്പം എന്തായാലും ഇവരുടെ ഒരു കോമ്പിനേഷനാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന ഘടകം. കുഞ്ചാക്കോവൻ, ഫഹദ് ഫാസിൽ എന്നിവർ കൂട്ടത്തിൽ തന്നെ കട്ടക്ക് പിടിച്ച് നിൽക്കണം. അപ്പം അത് മാത്രമല്ല, ഇതിൽ ഒരുപിടി നല്ല ക്യാരക്ടേഴ്സ് വേറെ വരുന്നുണ്ട്. രേവതി, ഇന്ദ്രൻസ്, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് കയറി വരുന്നുണ്ട്. മഹേഷ് നാരായണ സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എപ്പോഴും ഒരു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിലുണ്ടാകും. അറിയിപ്പ് എന്ന് പറയുന്ന സിനിമയുണ്ട്. പിന്നെ എന്നാ പറയുന്നത്, കുഞ്ചാക്കോവനൊക്കെയുള്ള നമ്മുടെ ആ ഒരു സർവൈവൽ ത്രില്ലർ മൂവിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ സിനിമകളൊക്കെ ഇറക്കിയിട്ടുള്ള മനുഷ്യനാണ്. അപ്പം ഈ പുള്ളിയുടെ ഏത് വലുത് തന്നെ പ്രതീക്ഷിക്കാം. എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമ കാണാൻ പോകുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത്, സിനിമയുടെ ഡ്യൂറേഷൻ ഏകദേശം 3 മണിക്കൂറാണ് പറയുന്നത്. 3 മണിക്കൂറും ത്രില്ലടിച്ച് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ആ ത്രില്ല് തുടക്കം മുതൽ ഉണ്ടാകുന്ന ഒരു ത്രില്ല്, അങ്ങനെ ത്രില്ല് ചെയ്ത് പോകണം. ഡ്രമാറ്റിക് ഒരു ഡ്രാമ പോലെ പോകാതെ മൊത്തത്തിൽ ഒരു ത്രില്ലിംഗ് മോഡിൽ പോവുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. കണ്ടിട്ടൊരു അത്യാവശ്യം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ത്രില്ലറായിട്ടാണ് അതിൻ്റെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത്. പിന്നെ ഇതിലെന്തോ ഒരു സബ്ജക്റ്റ്, അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട എന്തോ ഒരു സബ്ജക്റ്റ് അതിനകത്ത് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓൺലൈൻ സ്കാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവമായിട്ടാണ് മനസ്സിലായത് എനിക്ക് ട്രെയിലർ കണ്ടപ്പം. ഇത് കണ്ടിട്ട് മനസ്സിലായ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ എന്തായാലും ആ സിനിമയെക്കുറിച്ച് നമുക്ക് പറയുന്നത് ഒന്നുകൂടി നമുക്കത് കേട്ടു നോക്കാം. വേറൊരു ഐറ്റം ഞാൻ ട്രെയിലറിൽ കാണിക്കുന്നത് അതും അതിൻ്റെ ഏറ്റവും മുടിയൊക്കെ അല്ലേ ഉള്ളൂ. സിനിമ വരുമ്പോൾ ഇത് അങ്ങനെയാണ് നമ്മൾ ഈ കാണാൻ വരുന്ന ആൾക്കാരെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ സിനിമ മലയാളികൾ മാത്രം പ്രതീക്ഷിച്ചിറക്കിയിട്ടുള്ളതാണ്. നമ്മുടെ അഭിമാനമായി തീരേണ്ട ഒരു സിനിമയാണ്. അത്രയും ഓഡിയൻസ് മതി നമുക്ക്. മലയാള സിനിമയ്ക്ക് അത്രയും വലിയ മാർക്കറ്റ് ആയി കഴിഞ്ഞു. ആളുകൾ സിനിമ കാണാൻ വന്നാൽ ഓഫ് കോഴ്സ് അത്രയൊക്കെ വരും. ശരി, അങ്ങനെ കാണാൻ വന്നാൽ അവരുടെ സിനിമയോടുള്ള ഏറ്റവും വലിയ ആത്മാർത്ഥമായ അർപ്പണം തന്നെയാണ് ഈ സിനിമയെ കൊണ്ടുവരുന്നത്. അപ്പം ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ നടന്മാരെല്ലാം. കാരണം അതിന്റെ പ്രൊമോഷന്റെ പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രകാശ് വർമ്മയൊക്കെ ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ തുടരും സിനിമയിലെ ജോർജ് സാറ് അണിയിച്ചൊരുക്കിയ ഒരു ഇന്റർവ്യൂ ഒക്കെ കണ്ടതാണ്. വളരെ എന്താ പറയാ, എല്ലാ ആക്ടേഴ്സും കൂടെ ഒന്നിച്ച് വരുമ്പം അവരുടേതായ കുറച്ച് ഫൺ പരിപാടികളും അതും സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. എനിക്ക് ഈ സിനിമയായിട്ട് ഏറ്റവും എന്താ പറയുന്നത്, എനിക്ക് അടുപ്പമുള്ള ഒരാൾ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നമ്മുടെ ഫാൻഡം പ്രവീൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സിനിമ ഉദാഹരണ സുജാതയാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹം കുറെ സിനിമകളിൽ ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളതാണ്. എൻ്റെ ഒരു ചേട്ടനെ പോലെ കാണുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹവും ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. മാത്രമല്ല ഞാൻ ഈ സിനിമ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു ഷൂട്ട് സ്റ്റാർട്ട് മുതൽ ഈ പ്രവീൺ ചേട്ടനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. അപ്പം പുള്ളി അതിൻ്റെ എന്താ പറയുന്നത് സെറ്റപ്പൊക്കെ പറയുന്നത് കേട്ട് ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഭയങ്കര എന്ന് വെച്ചാൽ കഥ പറഞ്ഞെന്നല്ല, അതിൻ്റെ ഒരു എന്തൊക്കെ വലിയ കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടാകുന്നത്, ആ ഒരു സെറ്റ്, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ കുറച്ച്
ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ 3 മണിക്കൂറുള്ള സിനിമ ബോറടിക്കാതെ കാണണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എന്നെ പോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ആഗ്രഹം, അല്ലേ? നമ്മളൊരു സിനിമ കാണാനിരിക്കുമ്പം ആദ്യത്തെ ഇപ്പൊ പറഞ്ഞ പോലെ ഹുക്ക് കിട്ടണം എന്ന് പറയാം. ഇപ്പോഴത്തെ പുതിയ വാക്കാണല്ലോ ഹുക്ക് കിട്ടണം. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഹുക്കൊന്നും ഇല്ലെങ്കിലും മമ്മൂക്കയും ലാലേട്ടനും ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആ സിനിമയ്ക്കൊരു എന്തോ തിളച്ചു മറിയുന്ന ഒരു വെള്ളം പോലെ അല്ലെങ്കിൽ എണ്ണ പോലെ അത്രയും തിളച്ചു നിൽക്കുകയാണ്. ആളുകൾ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ഫാൻ ഫൈറ്റ്സ് നടത്തുന്ന ആളുകളോട് പറയുകയാണ്, ഇത് ഫാൻ ഫൈറ്റ്സ് വേണ്ട, നിങ്ങളുടെ ലാലേട്ടനും മമ്മൂക്കയാണ്, അല്ല നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയാണ്, നമ്മുടെ അവരുടെ സിനിമ കാണണം അടിപൊളിയായിട്ട്. അവർ കുറേ നാൾ കൂടിയാണ് ഒന്നിച്ച് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് തന്നെ എല്ലാവരും കാണുക, ആഘോഷിക്കുക. എനിക്ക് തോന്നുന്നത് ഇതിൽ കുറെ ആഘോഷിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആഘോഷിക്കുക എന്ന് പറയുന്നത് കുറെ പാട്ടും തുള്ളലും അല്ല, കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കുറച്ച് ചേസ് ഫൈറ്റ്, അതൊക്കെ നമ്മൾ ട്രെയിലറിൽ കൂടെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവര് ഇതിന്റെ എന്താ പറയാ സിനിമാ വിശേഷങ്ങൾ പറയുന്നതിന്റെ ഇടയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് കുറെ ചേസും ഫൈറ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ടെന്ന്. എന്നോ എനിക്ക് തോന്നുന്നു എന്തോ എൻ്റെ ഒരു മനസ്സിൽ കിടക്കുന്നത് അതായത് ഒരു നമ്മൾ പറയുക ഒറ്റുകാരനായിട്ട് മാറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാളും അല്ലെങ്കിൽ അദ്ദേഹം പിന്നീട് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം, അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ കൂടെ വരുന്നത്. പക്ഷെ അത് ചുമ്മാ എൻ്റെ മനസ്സിൽ വരുന്നതായിരിക്കും. പലർക്കും പല ഊഹങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും പെട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ ആ ടീം എനിക്ക് ഒരുപാട് പ്രതീക്ഷ തരുന്നുണ്ട്. അത് ചീറ്റിപ്പോകാതിരിക്കട്ടെ. കാരണം നമ്മൾ ആനയും അമ്പാരിയും എന്ന് പറയുന്ന പല സാധനങ്ങളും ചീറ്റിപ്പോകുന്ന പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചീറ്റിപ്പോകാതിരിക്കുകയാണെങ്കിൽ ഇതൊരു ഹ്യൂജ് ഹിറ്റാണ്. ഷുവർ ആയിട്ടും ഉറപ്പായിട്ടും നമുക്കറിയാം, മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചക്കപ്പഴത്തെ ഈച്ച പൊതിയുന്ന പോലെ പൊതിയും. എന്തായാലും അങ്ങനെ പൊതിയട്ടെ, ഈ സിനിമ ഒരു വൻ ഹിറ്റ് ആകട്ടെ. ബുക്ക് മൈ ഷോയിലൊക്കെ ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര എന്താ പറയുക, അതിൻ്റെ അകത്ത് ഒരു റഷ് കാണിക്കുന്നുണ്ട്. എന്തായാലും 9:45 നാളെ രാവിലെ 9:45 ഒരു ഷോയ്ക്കാണ് എനിക്കൊരു ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഒരു തരത്തിലാണ് എടുത്തത്, ഭയങ്കര പാടാണ്, ടൈറ്റ് ആയിരുന്നു. അപ്പോൾ പേട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ സുഷിൻ ശ്യാമാന്ന് തോന്നുന്നു മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ഐ തിങ്ക് അത് തന്നെ. അപ്പം ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ഇടിവെട്ട് ഐറ്റമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സാധാരണ നമ്മൾ കാണുന്ന മാസ് മസാല സെറ്റപ്പ് അല്ല, ഇതിലെന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ, എനിക്ക് തോന്നുന്നു സൈനിക സെറ്റപ്പ്, ആ ഒരു ഇതൊക്കെയാണ് പൊളിറ്റിക്സ്, അതിൻ്റെ അകത്ത് കുറച്ച് സൈനിക സെറ്റപ്പ്. എന്തായാലും ഇത് മലയാള സിനിമയിലെ ഒരു വലിയൊരു സംഭവമായി തന്നെ വരട്ടെ. കാരണം മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും അറിയാം, അതാണ് ഏറ്റവും വലിയ കാര്യം. എവിടെ ചെന്നാലും മലയാള സിനിമയ്ക്ക് ഒരു പ്രത്യേക പരിഗണന ഇപ്പം കിട്ടുന്നുണ്ട്. നമ്മുടെ ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്നും നമ്മൾ അത് ആ ഒരു പേരെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേരിന് വീണ്ടും ഒരു പൊന്തോവലാകട്ടെ പേട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ. മമ്മൂക്കയും ലാലേട്ടനെ ഒന്നിച്ച് സ്ക്രീനിൽ കാണാൻ ഞാൻ നാളെ പോവുകയാണ്. എന്നെ പോലെ ഒരുപാട് പേര് പോകുന്നുണ്ട്. എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്തുള്ള ഒരു അല്ലെങ്കിൽ അതിനപ്പുറമുള്ള ഒരു സിനിമയായിട്ട് പേട്രിയോട്ട് മാറട്ടെ. അപ്പം മമ്മൂക്ക ഫാൻസിനും ലാലേട്ടൻ ഫാൻസിനും, ഇനി ഫഹദ് ഫാസിൽ ഫാഫ ഫാൻസിനും, ഫാഫ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു, പിന്നെ കുഞ്ചാക്കോവൻ ഫാൻസിനും എല്ലാവർക്കും കൂടെ ചേർന്ന് ത്രില്ലടിച്ച് കാണാൻ പറ്റുന്നൊരു സിനിമയായി പേട്രിയോട്ട് മാറട്ടെ. നാളെ എന്തായാലും സിനിമ കണ്ടതിന് ശേഷം ബാക്കി വിശേഷം പറയാം. വർഷങ്ങൾക്ക് ശേഷം താരരാജാക്കന്മാരെ ഒന്നിച്ച് കാണാൻ പറ്റുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ബാക്കി കണ്ടിട്ട് പറയാം.